ഇത് പറയാൻ സങ്കടമുണ്ട് ഉമ്മ, പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ, എങ്ങനെ ഇത് കഴിയും? പക്വതയുള്ള ഒരു ഉമ്മാക്ക് കഴിയില്ലല്ലോ. ഞാൻ വെറുതെ പറയല്ല. കുറെ ദിക്റ് ചൊല്ലും, കുറെ തസ്ബീഹ് ചൊല്ലും, എന്തെല്ലാം ആക്കും. സ്വർഗത്തിലെത്തി കിട്ടാൻ വേണ്ടി തലകുത്തിയിട്ട് എന്തെല്ലാം ആക്കും. ചൊല്ലിപ്പറയേണ്ടതൊക്കെ ചൊല്ലിപ്പറയും, ദിക്റ് ചൊല്ലേണ്ടതൊക്കെ ദിക്റ് പറയും, എന്തെല്ലാം ചെയ്യും. ചെയ്യാത്തൊന്നുമില്ല. ചെയ്തിട്ടോ എന്നിട്ട് എല്ലാം മരിക്കുമ്പോഴേക്ക് മരുമോൾക്ക് കൊടുത്തിട്ട് പോകും. ആര്? മാമി. ഞങ്ങളെ നാട്ടിൽ മാമി എന്നാ പറയാ. എവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. എവിടെ എന്താ നിങ്ങൾ പറയാ? ഞാൻ പറയും ഇവിടെ എന്താ നിങ്ങൾ പറയാ? മനുഷ്യന്മാരെ വേഗം പറയും. നിങ്ങളെന്താ അങ്ങനെ? ഇവിടെ എന്താ മാമി തന്നെ പറയാ? മാമി തന്നെ. ആ അമ്മായി. അപ്പൊ വിഷയം അറിയാട്ടൊന്നുമില്ല. അപ്പൊ അമ്മായിമ്മയാണ്. അപ്പോ ഈ ചെയ്യേണ്ടതൊക്കെ ചെയ്യും. ചെയ്തിട്ട് ഈ അമ്മായിമ്മ അവസാനം ഹദ്ദാദ് ഓതും, ഖുർആൻ ഓതും. ഖുർആൻ ഓതാത്ത ദിവസമല്ല, എന്നും ഖുർആൻ ഓതും, ഒക്കെ ദിക്റ് ചൊല്ലും, സലാത്ത് ചൊല്ലും, തസ്ബീഹ് ചൊല്ലും. പള്ളിത്തെ ഉസ്താദിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, മുതാലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. ഇവിടുത്തെ കാര്യമില്ലല്ലോ പറഞ്ഞേ, മൊത്തത്തിൽ പറയാണ്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, എല്ലാം കൊടുക്കും. എന്നിട്ടോ പോകുമ്പോ അതിന്റെ പ്രതിഫലം മൊത്തം ഇതൊന്നും എനിക്ക് വേണ്ടാവാ ഒക്കെ മരുമോൾക്ക് കൊടുത്തു പോകും. എന്താ കാരണം മരുമകളോട് പിണങ്ങുന്നു, ആ മരുമകളെ കുറ്റം പറയുന്നു. ഏറ്റവും വലിയ നഷ്ടേതാ? അതിനേക്കാൾ വലിയ നഷ്ടം ഇവിടെ ദുനിയാവിന് കച്ചവടം ചെയ്തിട്ട് ഒരുപാട് നഷ്ടം വരുന്ന ആളുകൾ പറയും, നഷ്ടം വന്നു. ഇന്നലെയും ഒരു പ്രവാസിയായ നമ്മുടെ ഒരു സ്നേഹിതൻ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഒരു ഷോപ്പിന്റെ കാര്യം, ആ കാര്യം ഇപ്പോ അത് ഞങ്ങൾക്ക് അനുകൂലമായി വന്നില്ല എന്ന് കണ്ടാൽ ഒരുപാട് നഷ്ടം വരും, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹു തആല അദ്ദേഹത്തിന് അത് ഖൈറായ നിലക്ക് ഫതഹാക്കി കൊടുക്കട്ടെ. എന്നാൽ ഏറ്റവും വലിയ നഷ്ടം ഏതാണ്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, അതദ്റൂന മനിൽ മുഫ്ലിസ്? യഥാർത്ഥത്തിൽ സീറോ ആയ മനുഷ്യൻ ആരാണെന്നറിയുമോ? ഇപ്പൊ കയ്യിലൊന്നുമില്ല. ചില ആളുകളെ കുറിച്ച് പറയാറില്ലേ, നേരത്തെ കൈ നിറയെ പണമുണ്ടായിരുന്നു, ഇപ്പൊ ആള് സീറോ ആണ്, കയ്യിലൊന്നുമില്ല എന്ന് പറയില്ലേ? എന്നാൽ പണമില്ലാത്തവനല്ല സീറോ, സമ്പത്തില്ലാത്തവനല്ല സീറോ. അതദ്റൂന മനിൽ മുഫ്ലിസു? പാപ്പർ സൂട്ടായവൻ ആരാണെന്നറിയുമോ? സീറോ ആയവൻ ആരാണെന്നറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, കയ്യിൽ പണമില്ലാത്തവനല്ലേ സീറോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അല്ല, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി മൻ യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാ. ഇവിടെ കുറെ നിസ്കരിച്ചിട്ട്, കുറെ നോമ്പ് നോറ്റിട്ട്, കുറെ സക്കാത്ത് കൊടുത്തിട്ട്, കുറെ സ്വതക്ക കൊടുത്തിട്ട് ഖിയാമത്ത് നാളിൽ വരുന്ന ചില ആളുകളില്ലേ, വകാന ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ. എന്നിട്ടോ അവൻ ഖിയാമത്ത് നാളിൽ വന്നിട്ട് സുബ്ഹാനല്ലാഹ് വന്നു നോക്കുമ്പോഴോ ദുനിയാവിൽ കുറെ മരുമകളെ അമ്മായിമ്മ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അമ്മായിമ്മ ചീത്ത പറഞ്ഞത് കേട്ടിട്ട് മരുമകൾ മിണ്ടാതിരുന്നോ? ഇല്ല. മരുമകൾ തിരിച്ചമ്മായിമാരെയും അങ്ങോട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ വാക്കലമാലഹാദാ, അതേ ഹക്കും ബാത്യുമില്ലാതെ ഹറാമായത് കുറെ തിന്നിട്ട് നടന്നു. അതേ ഹലാല് തന്നെയാകണമെന്നില്ല, ആരാന്റെ പണം അതാ കട്ടെടുത്തിട്ട് അതേ അന്യായപരമായി തിന്നവൻ ഇല്ലേ. ഇവരെല്ലാം കുറെ നിസ്കരിച്ചിട്ടാണ് ആഖിറത്തിൽ വരുന്നത്, കുറെ നോമ്പ് നോറ്റിട്ടാണ് വരുന്നത്, കുറെ സക്കാത്തും സ്വതക്കയും കൊടുത്തിട്ടാ വരുന്നത്. പക്ഷേ അവിടെ എത്തി നോക്കുമ്പോഴോ ഈ ഇബാദത്ത് ചെയ്ത് വന്ന മനുഷ്യൻ അവൻ ദുനിയാവിൽ കുറെ ഗീബത്തും നമീമത്തും പറഞ്ഞവനല്ലേ, ആരാന്റെ പണം അന്യായമായി കഴിച്ചവനല്ലേ, ബാപ്പാന്റെ സ്വത്ത് കഥ മറ്റുള്ള ജേട്ടന്മാർക്കോ അനുജന്മാർക്കോ കിട്ടാതെ അവനതാ മോഷ്ടിച്ചതല്ലേ. ഇതുപോലെ കുറെ മരുമകളെ ചീത്ത പറഞ്ഞു വന്നതല്ലേ, കുറെ അമ്മായിമാനെ ചീത്ത പറഞ്ഞു വന്നതല്ലേ, കുറെ ഇബാദത്തുണ്ട്,
പറയുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അള്ളാന്റെ തീരുമാനമാണ്. അതേ, കുറ്റം പറഞ്ഞവനില്ലേ, അന്യായമായി തിന്നവനില്ലേ, ആരെയാണ് കുറ്റം പറഞ്ഞത്? നിങ്ങളെ നിസ്കാരം അങ്ങോട്ട് കൊടുത്തോ, നിങ്ങളെ നോമ്പ് കൊടുത്തോ, ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും കൊടുത്തോ? നോക്കുമ്പോ എല്ലാം കൊടുത്തു കഴിഞ്ഞു. ചീത്ത പറഞ്ഞത് ഇനിയും ബാക്കിയാണ്, കുറ്റം പറഞ്ഞത് ഇനിയും ബാക്കിയാണ്, അന്യായമായി കഴിച്ചത് ഇനിയും ബാക്കിയാണ്. അപ്പ അല്ലാഹ് പറയാണ്, എന്നാൽ അവരാരെയാണോ കുറ്റം പറഞ്ഞത്, അവരാരെയാണോ ചീത്ത പറഞ്ഞത്, അവരുടെ തെറ്റുകളെല്ലാം എടുത്ത് ആ കുറ്റം പറഞ്ഞ അമ്മായിമാന്റെ അക്കൗണ്ടിലിട്ടോ. സുബ്ഹാനല്ലാഹ്, ചെയ്ത ഒരു അമലും ഗുണത്തിന് വന്നില്ലെന്ന് മാത്രമല്ല, അതേ മറ്റുള്ളവരുടെ കുറ്റവും കുറവും ആഖിറത്തിൽ ഞാൻ പേരി നടക്കേണ്ടി വന്നില്ലേ? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇവനേക്കാൾ വലിയ പാപ്പർ സൂട്ടായവൻ, ഇവനേക്കാൾ വലിയ സീറോ ആയവൻ ആരാണ് സ്വഹാബത്തേ? അതുകൊണ്ട് ഞാൻ എന്റെ വാള് കേൾക്കുന്ന ഉമ്മപെങ്ങന്മാരോട് പറയട്ടെ, ഒരിക്കലും നിങ്ങൾ തമ്മിൽ പോരുകൂടണ്ട, ഒരിക്കലും നിങ്ങൾ തമ്മിൽ വെറുതെ അതേ ബഹളമുണ്ടാക്കണ്ട, പ്രശ്നമുണ്ടാക്കണ്ട, കുഴപ്പമുണ്ടാക്കണ്ട. കാരണം ഇവിടെ നിങ്ങൾ ചെയ്ത അമലുകൾ മുഴുവനും നിങ്ങൾക്കത് നഷ്ടമായി പോയില്ലേ ഉമ്മമാരെ?